അതർ സംസ്ഥാനങ്ങളിൽ ചെന്നിട്ടാണ് നമ്മൾ സൂപ്പർ ബൈക്സും കാര്യങ്ങളൊക്കെ കൂടുതൽ ആൾക്കാരും എടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ റേറ്റ് വെച്ച് നോക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ല റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. അതും ഫുൾ ആക്സറീസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണ ചെയ്യുന്ന പോലുള്ള ഒരു ഷോറൂം വിസിറ്റ് വീഡിയോ തന്നെയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വന്നേക്കുന്നത് ഷോറൂം അല്ല, ഒരു ഗ്യാരേജ് എന്ന് വേണമെങ്കിൽ പറയാം. യൂസ്ഡ് സൂപ്പർ ബൈക്സ് സെല്ല് ചെയ്യുന്ന ഒരു ഷോപ്പിലേക്കാട്ടോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലല്ല, കേരളത്തിലല്ല, ഇപ്പം നമ്മളുള്ളത് ബാംഗ്ലൂരാണ്. ഞാൻ ഷോപ്പ് എവിടെയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഈ ഷോപ്പ് വരുന്നത് ബാംഗ്ലൂരാണ്. ഷോപ്പിൻ്റെ പേര് വന്നിട്ട് വർക്ക്ഷോപ്പ് എന്നാന്ന്. ഞാനാണെങ്കിൽ ഫസ്റ്റ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നേ. ആൾക്ക് വീഡിയോയ്ക്കകത്ത് വരാൻ ചെറിയൊരു ചമ്മൽ പോലെ ഉണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് നേരെ വീഡിയോയ്ക്കകത്ത് തന്നെ പുള്ളി നമുക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങളൊരു യൂസ്ഡ് സൂപ്പർ ബൈക്ക് എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാവും. സാധാരണ നമ്മുടെ അവിടെ നോക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളും ഉണ്ട് സൂപ്പർ ബൈക്സിനായാലും എല്ലാത്തിനായാലും. അതേസമയം നമ്മൾ പുറത്തെ ഒരു ഇത് നോക്കുന്ന ടൈമിൽ എങ്ങനെ അവിടുത്തെ റേറ്റ് കാര്യങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ BMW F900 XR കേട്ടോ. യാ ബ്രോ, ടെൽ മീ ഹൗസ് ദ കോസ്റ്റ്? F900 XR. Okay. 2022. Single owner. Done 10,000 kilometers. Okay. Any extra fittings? The windscreen is there. Okay. That's it. There is no any. Oh. ഗൈസ്, ഇത് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ പിയൂക്കിൻ്റെ ഒരു വിൻസ്ക്രീൻ ചെയ്തേപ്പോൾ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തേക്കുന്നത്. ഓടിയേക്കുന്നതെന്ന് വെച്ചാൽ 10,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. അത്യാവശ്യം നല്ല നീറ്റ് ക്ലീൻ പീസാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ഹൗസ് ദ കോസ്റ്റ് ബ്രോ? It is 12.5. ഇതിൻ്റെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 12,50,000 രൂപ ആസ്കിങ് പ്രൈസ്. ഇനി ഡിസ്കൗണ്ട് ഓർ നെഗോഷ്യബിൾ? ഓക്കെ, സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ. ഇത് ജസ്റ്റ് ആസ്കിങ് പ്രൈസ് അവർ പറയുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് ഫൈനൽ ഡീലിംഗ് നിങ്ങൾക്ക് നെഗോഷ്യേറ്റ് ചെയ്ത് പൈസ ഒക്കെ കുറച്ച് തരുന്നതാണ്. ഇത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 2015 മോഡൽ ഡേറ്റോണ കേട്ടോ. ഡേറ്റോണ 675 ഈ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഒന്നും ചെയ്തപ്പോൾ ഇല്ല. ഓടിയേക്കുന്ന കിലോമീറ്റർ നോക്കുന്ന ടൈമിൽ 22,500 കിലോമീറ്റേഴ്സ് കേട്ടോ ഇത് റൺ ചെയ്തേക്കുന്നത്. ഹൗ ദ ആസ്കിങ് പ്രൈസ്? 9.75. പക്ഷേ ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് വന്നിട്ട് 9,50,000 രൂപ കേട്ടോ ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് വരുന്നത്. ഇത് ക്വിക്ക് വരുന്ന മോഡലാണ്. നമ്മൾ അടുത്ത് നോക്കുന്ന ടൈമിൽ നമ്മുടെ CBRൻ്റെ ഫയർ ബ്ലേഡ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ബ്രോ, ഹൗസ് ദ ആസ്കിങ് പ്രൈസ്? ഫയർ ബ്ലേഡ് 2009. Fourth owner. 15,000 kilometers driven. Okay. 15,000. Yes. Asking 8 lakhs. Asking 8 lakhs. 8 ലക്ഷം രൂപ ഇതിനകത്ത് ചോദിക്കുന്നത്. ഇത് 4th ഓണർ വണ്ടിയാണ്. ഏകദേശം 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2009 മോഡൽ വണ്ടിയാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കവാസാക്കിയുടെ C900 കേട്ടോ. This is 2022. Third owner. 14,500. Okay. Guys, 9.5. 2022 മോഡൽ കവാസാക്കി C900 കേട്ടോ. ഒരു തേർഡ് ഓണർ വന്നിട്ട് 15,000 കിലോമീറ്റർ ഓടിയേക്കുന്ന കേട്ടോ. ഇത് ആസ്കിങ് പ്രൈസ് വന്നിട്ട് 9.5. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് വന്നിട്ട് 9.5 ലാക്ക് കേട്ടോ. അടുത്ത് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു C900 തന്നെ കേട്ടോ. നമ്മളിവിടെ ഒരു C900 ഉണ്ട്. ഇത് 2022 മോഡലാണ്. ഇപ്പുറത്ത് നമ്മൾ നോക്കുന്ന ടൈമിൽ ഇത് 2017 മോഡൽ C900 കേട്ടോ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്ന ടൈമിൽ ഇത് 2017 മോഡലാണ്. ഇത് ഏകദേശം 11,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേട്ടോ. ഇത് ജസ്റ്റ് 8 ലാക്സ് മാത്രമേ വരുന്നുള്ളൂ. ഇത് വെച്ച് നോക്കുന്ന ടൈമിൽ ഇത് കുറവാണ് കേട്ടോ. ഇത് 22 മോഡലാണ്, ഇത് 17 മോഡലുമാണ്. അടുത്ത നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഹാർലിയുടെ സ്ട്രീറ്റ് 750 കേട്ടോ. ഡീറ്റെയിൽസ് നോക്കുന്ന ടൈമിൽ ഒരു സിംഗിൾ ഓണർ വണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇത് 2017 മോഡലാണ്. ഏകദേശം 3,000 കിലോമീറ്റർ മാത്രം ഓടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കേട്ടോ. എന്ന് വെച്ചാൽ ഷോറൂമിൽ നിന്ന് ഇറക്കി നേരെ ഇവിടെ കൊണ്ടുവച്ചേക്കുന്ന ആ ഒരു അവസ്ഥയിലിരിക്കുന്ന വണ്ടിയാണ്. ചോദിക്കുന്ന പ്രൈസ് എന്ന് വെച്ചാൽ ജസ്റ്റ് 5 ലാക്സ് മാത്രമേ ചോദിക്കുന്നുള്ളൂ ഇതിന്. അടുത്ത നമ്മൾ നോക്കുന്ന ടൈമിൽ നമ്മുടെ ട്രയംഫിൻ്റെ സ്ട്രീറ്റ് ട്രിപ്പിൾ RS കേട്ടോ ഇരിക്കുന്നത്. ഇത് 2017 മാനുഫാക്ചർ ചെയ്ത് 2018 രജിസ്റ്റർ ചെയ്ത ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഏകദേശം 14,500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. റീസെൻ്റ്ലി സർവീസ്ഡ് ചെയ്ത ഒരു വണ്ടിയാണ്. അത് ആക്സറി ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ക്വിക്ക് വരുന്നുണ്ട്, നമ്മുടെ റേഡിയേറ്റർ കാർഡ് വരുന്നുണ്ട്, പിന്നെ SC പ്രൊജക്ടറിൻ്റെ ഒരു എക്സോസ്റ്റും വരുന്നുണ്ട്. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് വന്നിട്ട്
9,50,000 രൂപ കേട്ടോ ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് വരുന്നത്. ഇത് നമ്മുടെ BMW R1200 GS ആട്ടോ ഇരിക്കുന്നത്. ഇതൊരു സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇത് 2017 മാനുഫാക്ചർ ചെയ്ത് ഒരു വണ്ടിയാണ്. ഇത് ഫാൻസി നമ്പർ വരുന്നുണ്ട്. ഏകദേശം 13,500 കിലോമീറ്റർ മാത്രമേ ഇത് ഓടിയിട്ടുള്ളൂ. വിത്ത് ഫുള്ളി ആക്സറി ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തൊക്കെ ആക്സറീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്തൊരു വിൻസ്ക്രീൻ വരുന്നുണ്ട്, ഹെഡ്ലൈറ്റിൻ്റെ ഒരു സ്ക്രീൻ വരുന്നുണ്ട്, എന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റ് ഗ്രില്ല് പോലുള്ള ഒരു സംഭവം വരുന്നുണ്ട്, പിന്നെ ക്രാഷ് ഗാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 16,50,000 രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. R1250 അല്ല, R1200 കേട്ടോ. നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തയാണ് ഇനി അങ്ങോട്ടാണ് ബീസ്റ്റുകളൊക്കെ ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഡ്യുക്കാറ്റിയുടെ മൾട്ടി സ്ട്രാഡ V4 സ്റ്റാൻഡേർഡ് കേട്ടോ. ഇത് 2022 മോഡലാണ് കേട്ടോ. 15,500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇതിൻ്റെ ആക്സറീസിൻ്റെ മാത്രം കോസ്റ്റ് ഏകദേശം 7,00,000 അടുത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് നോക്കുന്ന ടൈമിൽ 22,50,000 രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇത് 2018 മോഡൽ 1200 GS റാലി എഡിഷനാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ഓണർ വണ്ടിയാണ് വന്നിരിക്കുന്നത്. ഫാൻസി നമ്പർ ഇതിനകത്ത് വരുന്നുണ്ട്. 24,800 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയേക്കുന്നത്. ഫുള്ളി സർവീസ് ഹിസ്റ്ററി ഉള്ള ഒരു വണ്ടിയാണ്. ബാക്ക് ബോക്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അത് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഇല്ലെന്നേ ഉള്ളൂ. ഇതിൻ്റെ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് വെച്ചാൽ 16,999 രൂപ. 17 ലക്ഷം രൂപ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 1 രൂപ കുറവ്, അത്രയേ ഉള്ളൂ. നമ്മൾ നോക്കുന്ന കവാസാക്കിയുടെ തന്നെ സീൻ എഞ്ചിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന ടൈമിൽ 2020 മാനുഫാക്ചേർഡ് ആൻഡ് 2020 തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി ഏകദേശം 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഈ കാണിച്ച എല്ലാ വണ്ടിയുടെ ഇൻഷുറൻസും കാര്യങ്ങളും സ്റ്റിൽ ഇപ്പോഴും അവൈലബിൾ തന്നെയാണ്. 2 കീസ് അവൈലബിൾ ആണ്. ഇതിൽ കുറേ ആക്സറീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോന്നും എടുത്തു പറയുന്നില്ല. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 9 ലക്ഷം രൂപയായത്. നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹാർലി ഡേവിഡ്സൻ്റെ 48 ആണ്. ഏകദേശം 2017 മോഡൽ വണ്ടിയാണ്. ഓടിയേക്കുന്നതെന്ന് വെച്ചാൽ 17,000 കിലോമീറ്റേഴ്സ് ഓടിയ ഒരു വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് അത്യാവശ്യം ആക്സറീസും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഉണ്ട്. ഒരു ഫോഗ് ലൈറ്റ് ചെയ്തപ്പോൾ ഉണ്ട്, ടോപ്പ് ബോക്സ് ചെയ്തപ്പോൾ ഉണ്ട്, അങ്ങനെ കുറച്ച് ആക്സറീസും ഒക്കെ ഇതിനകത്ത് ചെയ്തപ്പോൾ ഉണ്ട്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 6.5 ലാക്ക് ആട്ടോ. അതും ഒരു ഹാർലി തന്നെ. ഹാർലിയുടെ നൈറ്റ് റോഡാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന ടൈമിൽ 2015 മാനുഫാക്ചേർഡ് വണ്ടിയാണ്. 2015 തന്നെ രജിസ്റ്ററും ചെയ്തിട്ടുണ്ട്. ഇതൊരു സെക്കൻഡ് ഓണർ വണ്ടിയാണ് വരുന്നത്. ഇതൊരു MH രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഏകദേശം 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇൻഷുറൻസ് ഇപ്പോഴും വാലിഡ് ആണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 13 ലാക്സ് ആട്ടോ ആസ്കിംഗ് പ്രൈസ് വന്നേക്കുന്നത്. ഇതൊക്കെ നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസാണ്. നിങ്ങൾ ഇവിടെ വന്ന് വണ്ടി ഇഷ്ടപ്പെട്ട് നിങ്ങൾ സെറ്റിൽമെൻറ്റ് കാര്യത്തിലേക്കൊക്കെ പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഹാർലിയുടെ നൈറ്റ് റോഡ് തന്നെ വന്നേക്കുന്നത്. 2012 രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഇതൊരു സെക്കൻഡ് ഓണർ വണ്ടിയാണ് വന്നേക്കുന്നത്. ഇത് ഏകദേശം ഓടിയേക്കുന്നത് 30,500 കിലോമീറ്ററായി വണ്ടി ഓടിയേക്കുന്നത്. ഏകദേശം 10 ലാക്സ് ആണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. ഇതിൻ്റെ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് വെച്ച ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ഈ കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം സൂപ്പർ ബൈക്സിനൊക്കെ നല്ല റേറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതർ സംസ്ഥാനങ്ങളിൽ ചെന്നിട്ടാണ് നമ്മൾ സൂപ്പർ ബൈക്സും കാര്യങ്ങളൊക്കെ കൂടുതൽ ആൾക്കാരും എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. നമ്മുടെ നാട്ടിലെ റേറ്റ് വെച്ച് നോക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ല റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. അതും ഫുൾ ആക്സറീസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോടെ നിൽക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബായ്.